എല്ലാവർക്കും നമസ്കാരം. CSIR നെറ്റ് ലൈഫ് സയൻസ് എക്സാമിനേഷൻ്റെ ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ടോപ്പിക് മോളിക്കുലർ ബയോളജി. അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള DNA റിപ്ലിക്കേഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഫോർ എസ്കെരീഷ്യ കൊളായി ക്രോമസോമൽ DNA റിപ്ലിക്കേഷൻ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ? 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എസ്കെരീഷ്യ കൊളായിയുടെ DNA റിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരി? അപ്പോൾ 3 തെറ്റാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എ, DNA polymerase 1 is the main polymerase required for DNA replication. ആ ഉത്തരം ശരിയാണോ? അത് ശരിയല്ല, അതൊരു ഇൻകറക്റ്റ് ഓപ്ഷനാണ്. പെട്ടെന്ന് തന്നെ മനസ്സിലാവും. കാരണം DNA polymerase 1 എന്ന് പറയുന്നത് ആദ്യം കണ്ടുപിടിച്ചുകൊണ്ടാണ് 1 ആയത്. DNA polymerase 3 ആണ് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട പ്രൈമറി പോളിമറേസ് എന്ന് പറയുന്നത് DNA polymerase 3 ആണ്. കാരണം എന്താണ്? അത് ഹൈലി പ്രോസസീവാണ്, പ്രോസസിവിറ്റി. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട DNA സിന്തസിസ് നടത്തുന്നത് DNA polymerase 3 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ 1 തെറ്റാണ്. ഓപ്ഷൻ ബി, DNA polymerase 1 though identified originally by Kornberg as the one responsible for replication is not important for DNA replication process. ഈ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്പം ട്രിക്കിയാണ്. കാരണം ഇത് ചിലപ്പോൾ ശരിയല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. കാരണം ഇതിൻ്റെ മേജർ ചങ്കും ശരിയാണ്, പക്ഷേ അതിലെ ഒരു കീ വേർഡാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ DNA replication പ്രോസസ്സ്. അത് തെറ്റാണ്. കാരണം DNA polymerase 1 ആദ്യം കണ്ടുപിടിച്ചതാണ്. അത് കണ്ടുപിടിച്ച കോൺബർഗും തന്നെയാണ്. ആ സമയത്ത് അത് DNA replication റെസ്പോൺസിബിൾ ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയത്. പക്ഷേ അതിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റുകളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതിനാണ്, അല്ലേ? പ്രധാനപ്പെട്ട സിന്തസിസ് ഒന്നും നടത്തുന്നതിനല്ല. പക്ഷേ ഈ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നതിന് DNA replicationൽ റോളുണ്ട്. സോ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ DNA replication എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സോ അതുമല്ല. അപ്പോൾ സി ഓപ്ഷനിലേക്ക് പോവാം. റിക്വയർമെൻറ്റ് ഓഫ് DNA polymerase 1 is in the context of removal of RNA primer needed for DNA synthesis and then fill in the same with DNA equivalent. അതാണ് ശരിയായ റോള്. DNA polymerase 1ൻ്റെ പ്രധാനപ്പെട്ട റോൾ അതാണ്, അല്ലേ? സോ ആ ഓപ്ഷൻ ശരിയാണ്, അല്ലേ? ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റുകളെ പ്രോസസ്സ് ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഓപ്ഷൻ ഡി കൂടി നമുക്കൊന്ന് നോക്കാം. എന്തായാലും DNA polymerase 1 is a primary enzyme for error-prone DNA synthesis in response to SOS. SOS എന്ന് പറഞ്ഞാൽ എന്താ? SOS റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഹൈ DNA ഡാമേജ് ഉണ്ടാകുന്ന സമയത്താണ്. ആ സമയത്ത് DNA ഡാമേജ് ഉണ്ടായിരിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു റെസ്ക്യൂ സിന്തസിസ് എന്ന് പറഞ്ഞാൽ എറർ പ്രോൺ ആണ്, അല്ലേ? എറർ പ്രോൺ ആയിട്ടുള്ള സിന്തസിസ് ആണ്. അതിന് DNA polymerase 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ആകെ 5 DNA polymerase ഉണ്ട്. ഇവരൊക്കെ തന്നെ DNA റിപ്പയറിനാണ്. ഇതിൽ 4ഉം 5ഉം ആണ് പ്രധാനമായിട്ടും ഈ എറർ പ്രോൺ ആയിട്ടുള്ള DNA സിന്തസിസിന് അല്ലെങ്കിൽ SOS റെസ്പോൺസിൻ്റെ സമയത്ത് റോളുള്ളത്. അപ്പോൾ DNA polymerase 1ൻ്റെ റോൾ അതല്ല. അതെന്താണെന്ന് ഓപ്ഷൻ 3ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 ഓപ്ഷനും നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. പക്ഷേ ഈ ചോദ്യം നമുക്ക് ബി കാണുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ ബി കുത്താൻ തോന്നും. കാരണം ബിയുടെ ഭൂരിഭാഗവും ശരിയാണ്. സോ ക്വസ്റ്റ്യൻ നല്ലപോലെ വിലയിരുത്തി വായിച്ചതിന് ശേഷം വേണം നമുക്ക് ഓപ്ഷൻ സൈഡ് മാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിലാണ്, കാരണം ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണല്ലേ. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.